പ്രൈം ടൈം ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ജമ്മു കാശ്മീരിലെ അനന്ത്നാഗിൽ വീണ്ടും ഭീകരാക്രമണം. ബീഹാർ സ്വദേശികളായ കച്ചവടക്കാർക്ക് നേരെ ഭീകരർ വെടിവെച്ചു. ഒരാൾ കൊല്ലപ്പെട്ടു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, ഭീകരരെ സ്പോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒപ്പം തന്നെ എന്താണ് നിലവിലെ സാഹചര്യം? പ്രവിത, ഇന്ന് വൈകിട്ടോടുകൂടിയാണ് ജമ്മു കശ്മീരിലെ അനന്ത്നാഗിൽ വീണ്ടും ഈ സംസ്ഥാനത്തിന് പുറത്ത് നിന്നുള്ള ആളുകൾക്ക് നേരെ, തെരുവ് കച്ചവടക്കാർക്ക് നേരെ ആക്രമണമുണ്ടായത്. ബീഹാറിൽ നിന്നുള്ള 2 തെരുവ് കച്ചവടക്കാർക്ക് നേരെയാണ് ഭീകരവാദികൾ വെടിയുതിർത്തത്. ഇതിൽ ഒരാൾ മരിച്ചിരിക്കുന്നു. ഒരാളുടെ നില അതീവ ഗുരുതരമാണ്. ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്നാണ് പോലീസ് അറിയിക്കുന്നത്. രാജ ഷാ എന്ന ബീഹാർ സ്വദേശിയാണ് മരിച്ചിരിക്കുന്നത്. ഇയാളോടൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു കച്ചവടക്കാരന്റെ കഴുത്തിലും വയറിലും വെടിയേറ്റിട്ടുണ്ട്. ഗുരുതരമായ പരിക്കാണ് ഇയാൾക്ക് പറ്റിയിരിക്കുന്നത്. ഒപ്പം തന്നെ പോലീസ് ഈ ഭീകരവാദികൾക്ക് വേണ്ടി തെരച്ചിൽ ആരംഭിച്ചതായാണ് അറിയിക്കുന്നത്. കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ ബീഹാറിൽ നിന്നുള്ള തൊഴിലാളികൾക്കും തെരുവ് കച്ചവടക്കാർക്കും നേരെ ജമ്മു കശ്മീരിൽ വ്യാപകമായി ഭീകരാക്രമണങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന് നേതൃത്വം നൽകിയ ഭീകരവാദികളെ നിരവധി പേരെ അറസ്റ്റ് ചെയ്തതായി പോലീസ് അറിയിച്ചിരുന്നു. എന്നാൽ പിന്നീട് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഇത്തരത്തിൽ ബീഹാറിൽ നിന്നുള്ള അല്ലെങ്കിൽ ജമ്മു കശ്മീരിന് പുറമേ നിന്നുള്ള കച്ചവടക്കാർക്കും തൊഴിലാളികൾക്കും നേരെ ആക്രമണം ഉണ്ടാകുന്നത്. ബൽറാം, തുടരുക. മറ്റൊരു വാർത്തയുടെ കൂടി വിശദാംശങ്ങൾ തരേണ്ടതുണ്ട്. പശ്ചിമബംഗാളിൽ രാമനവമി ഘോഷയാത്രയ്ക്ക് നേരെ ബോംബേറ്. നിരവധി പേർക്ക് പരുക്കേറ്റു. മുർഷിദാബാദിലെ ശക്തിപൂരിലാണ് സംഘർഷമുണ്ടായത്. ബൽറാം നെടുങ്ങാടി ഒരിക്കൽ കൂടി ചേരുന്നു. ബൽറാം, വിവരങ്ങൾ. പ്രവിത, ഇന്ന് രാമനവമിയുമായി ബന്ധപ്പെട്ട് ഘോഷയാത്രയ്ക്കിടെയാണ് പശ്ചിമബംഗാളിൽ വീണ്ടും സംഘർഷമുണ്ടായത്. മുർഷിദാബാദിലെ ശക്തിപൂരിൽ വെച്ചാണ് ഈ സംഘർഷം ഉണ്ടായത്. BJP പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ഈ ഘോഷയാത്ര നടത്തിയിരുന്നത് എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഇതിന് നേരെ ആക്രമണം ഉണ്ടാവുകയായിരുന്നു. ഈ ഘോഷയാത്രയ്ക്ക് നേരെ ബോംബേറുണ്ടായി എന്നാണ് റിപ്പോർട്ട്. ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം തിരിച്ചും ആക്രമണമുണ്ടായി എന്നും ഉള്ള ആരോപണവും ഉയരുന്നുണ്ട്. ഘോഷയാത്ര പോകുന്നതിനിടെ കല്ലെറിയുകയായിരുന്നു സമീപത്തെ വീടുകളിലേക്ക് എന്നും അതിന് മറുപടിയായാണ് കല്ലേറും ബോംബേറും ഉണ്ടായത് എന്നുമാണ് റിപ്പോർട്ട്. എന്തായാലും പ്രദേശത്ത് ഇപ്പോഴും സംഘർഷ സാഹചര്യം തുടരുന്നു. കൂടുതൽ പോലീസിനെ ഈ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. ഇന്ന് പലയിടത്തും ഈ ഘോഷയാത്രയ്ക്ക് അനുമതി നിഷേധിച്ചത് വലിയ വിവാദമായിരുന്നു. തെരഞ്ഞെടുപ്പിനിടെ ഇത്തരത്തിൽ ഘോഷയാത്ര നടത്തുന്നത് അക്രമ സംഭവങ്ങൾക്ക് കാരണമാകുമെന്നത് കാരണം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പോലീസ് ഘോഷയാത്രയ്ക്ക് അനുമതി നിഷേധിച്ചിരുന്നു. കഴിഞ്ഞ വർഷവും രാമനവമി ഘോഷയാത്രയ്ക്കിടെ പശ്ചിമ ബംഗാളിൽ വ്യാപകമായ ആക്രമണങ്ങൾ, ഏറ്റുമുട്ടലുകളും ഉണ്ടായിരുന്നു. ദിവസങ്ങളോളം ഈ സംഘർഷം തുടർന്നു നിൽക്കുന്ന സാഹചര്യവുമുണ്ടായി. സമാനമായ സാഹചര്യമാണ് ഇത്തവണയും മുർഷിദാബാദിലെ ശക്തിപൂരിൽ ഉണ്ടായിരിക്കുന്നത്. വലിയ ആക്രമണം തന്നെയാണ് പരസ്പരം ഉണ്ടായത്. നിരവധി പേർക്ക് പരിക്കേറ്റിരിക്കുന്നു എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. പ്രവിത. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ ജീവിതം സിനിമയാക്കാൻ ഒരുങ്ങുന്നവർക്ക് മുന്നറിയിപ്പുമായി റിയാദിലെ റഹീം മോചന നിയമസഹായ സമിതി. സൗദിയിലെ നിയമവ്യവസ്ഥയെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുന്നവർ സിനിമയെടുക്കാനുള്ള നീക്കത്തിൽ നിന്ന് പിന്തിരിയണം. അനാവശ്യ ചർച്ചകൾ റഹീമിന്റെ ജയിൽ മോചനത്തെ ബാധിക്കുമെന്നും സമിതി ചൂണ്ടിക്കാട്ടി. 18 വർഷമായി സൗദിയിലെ ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന് വധശിക്ഷ വിധിച്ചതുമായി ബന്ധപ്പെട്ട് നാട്ടിൽ പല കോണുകളിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത് വസ്തുതകൾക്ക് നിരക്കാത്ത പ്രചാരണങ്ങളാണ്. ഇങ്ങനെയുള്ള പ്രചാരണങ്ങളിൽ വിശ്വസിക്കരുതെന്നും വസ്തുതകൾ പഠിച്ച ശേഷമേ പ്രതികരിക്കാവൂ എന്നും റിയാദിലെ റഹീം മോചന നിയമസഹായ സമിതി ആവശ്യപ്പെട്ടു. നിരപരാധിയെയാണ് സൗദി കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചതെന്ന തരത്തിൽ പ്രചാരണം നടക്കുന്നുണ്ട്. ഇത് വസ്തുതാവിരുദ്ധമാണ്. സൗദിയിലെ നിയമവ്യവസ്ഥയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അബ്ദുറഹീമിന്റെ ജീവിതം സിനിമയാക്കാനുള്ള നീക്കവും കാണുന്നു. ഈ നീക്കത്തിൽ നിന്ന് ബന്ധപ്പെട്ടവർ പിന്തിരിയണമെന്നും സഹായ സമിതി ചെയർമാൻ CP മുസ്തഫ, ജനറൽ കൺവീനർ അബ്ദുള്ള വല്ലാഞ്ചിറ എന്നിവർ അഭ്യർത്ഥിച്ചു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ട്. പല പേപ്പർ വർക്കുകൾ ചെയ്താണ്ട് അതിനുശേഷം ഗവർണറേറ്റ് ഓഫീസിൽ നിന്ന് അനുമതി തേടേണ്ടതുണ്ട്. കോടതിയിൽ നിന്നുള്ള വിധി വരേണ്ടതുണ്ട്. ഇനി ഒരുപാട് കടമ്പകൾ മുന്നോട്ട് പോകാൻ. അതിന്റെ മുമ്പ് തന്നെ റഹീമിനെ കുറിച്ച് സിനിമയും മറ്റുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്ക് ആലോചിക്കാവുന്നതാണ്. അദ്ദേഹം നാട്ടിലെത്തട്ടെ എന്നാണ് നമ്മൾ ആദ്യം പ്രാർത്ഥിക്കേണ്ടത്. നാട്ടിലെത്തുന്നതിന് മുമ്പ് ഈ രാജ്യത്തിന്റെ വ്യവസ്ഥയും കുറ്റം പറഞ്ഞുകൊണ്ടൊക്കെ ഉള്ള വീഡിയോകളും സോഷ്യൽ മീഡിയ ആക്ടിവിറ്റിയിൽ നിന്നൊക്കെ മാറി നിൽക്കുക എന്നുള്ളതാണ്.
സൗദിയിൽ പുതിയ ആളായതുകൊണ്ട് രാജ്യത്തെ നിയമവ്യവസ്ഥയെക്കുറിച്ച് കൃത്യമായ ബോധ്യം റഹീമിനില്ലായിരുന്നു. ഇതുകൊണ്ടാണ് മാനുഷിക പരിഗണനയിൽ വർഷങ്ങൾക്ക് മുമ്പ് നിയമസഹായ സമിതി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിയത്. ദിയാധനം സ്വരൂപിച്ചെങ്കിലും ജയിൽ മോചനത്തിന് ഇനിയും കടമ്പകൾ ഏറെയാണ്. റഹീമിന്റെ മോചനത്തിനായുള്ള പ്രവർത്തനങ്ങൾ തുടരുമ്പോൾ ഈ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന രീതിയിൽ ഉത്തരവാദപ്പെട്ടവരിൽ നിന്ന് വസ്തുതാ വിരുദ്ധമായ പ്രതികരണങ്ങൾ ഉണ്ടാകരുതെന്നും സമിതി ആവശ്യപ്പെട്ടു. ജലീൽ കണമകലം, 24 ജിദ്ദ. തൃശൂരിന്റെ ആകാശത്ത് വർണ്ണവിസ്മയം തീർത്ത പൂരം സാമ്പിൾ വെടിക്കെട്ട്. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ നേതൃത്വത്തിലാണ് സാമ്പിൾ വെടിക്കെട്ട് നടത്തിയത്. ആയിരക്കണക്കിന് ആളുകൾ സാക്ഷികളായി. ശബ്ദവർണ്ണ വിസ്മയം പൂരനഗരിയിൽ പെയ്തിറങ്ങി. സാമ്പിൾ കമ്പക്കെട്ടിന് തിരികൊളുത്തിയത് പാറമേക്കാവ്. പിന്നാലെ തിരുവമ്പാടിയുടെ മിന്നൽ പിണർ. കൈകളുയർത്തി ആവേശത്തോടെ ആർപ്പു വിളിച്ച് പൂരപ്രേമികൾ. പിന്നാലെ തിരുവമ്പാടിയും. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ എന്ന മട്ടിൽ സാമ്പിൾ വെടിക്കെട്ടിന് സമാപനം. നാളെ പൂരവിളംബരം, മറ്റന്നാൾ പൂരം. ഞായറാഴ്ച പുലർച്ചെ 3-നാണ് പ്രധാന വെടിക്കെട്ട്. 24 തൃശൂർ. അപ്പർ കുട്ടനാട്ടിൽ വീണ്ടും പക്ഷിപ്പനി. എടത്വ, ചെറുതന എന്നിവിടങ്ങളിൽ താറാവുകൾ കൂട്ടത്തോടെ ചത്തിരുന്നു. തുടർന്ന് ഭോപ്പാലിലെ ലാബിൽ നടത്തിയ പരിശോധനയിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. അയച്ച 3 സാമ്പിളും പോസിറ്റീവാണ്. പക്ഷിപ്പനി സ്ഥിരീകരിച്ച പ്രദേശത്തെ മുഴുവൻ താറാവുകളെയും കൊന്നൊടുക്കും. ഉദ്യോഗസ്ഥ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ കലക്ട്രേറ്റിൽ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. നാളെ എടത്വ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് തുടർ നടപടി സ്വീകരിക്കാനാണ് തീരുമാനം. മറ്റന്നാൾ ബൂത്തിലേക്ക്. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Laza Premium Gold, the universe's finest ice cream. in association with DuraShine Roof and Wall Sheets. ഒരു ടാറ്റ ബ്ലൂ സ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ്, ഇന്ത്യ, UAE. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 1ാം-ഘട്ട പരസ്യ പ്രചാരണം അവസാനിച്ചു. 102 മണ്ഡലങ്ങളാണ് മറ്റന്നാൾ ബൂത്തിലെത്തുക. തമിഴ്നാട്ടിലെ മുഴുവൻ മണ്ഡലങ്ങളിലും ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കും. CAA ഏകീകൃത സിവിൽ കോഡും നടപ്പിലാക്കില്ലെന്ന് പ്രഖ്യാപിച്ച് തൃണമൂൽ കോൺഗ്രസ് പ്രകടന പത്രിക പുറത്തിറക്കി. തമിഴ്നാട്ടിലെ 39 സീറ്റുകളിലേക്കുൾപ്പെടെ 102 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ്. ദക്ഷിണേന്ത്യയിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിക്കുന്ന BJP നരേന്ദ്രമോദിയെ മുൻനിർത്തി കാടടച്ചുള്ള പ്രചാരണമാണ് നടത്തിയത്. തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിനെ മുൻനിർത്തിയുള്ള പ്രചാരണമാണ് ഇന്ത്യ സഖ്യം നടത്തിയത്. രാഹുൽ ഗാന്ധിയും പ്രചാരണത്തിനെത്തി. BJP തമിഴ്നാട് പ്രസിഡന്റ് K അണ്ണാമലൈ മത്സരിക്കുന്ന കോയമ്പത്തൂർ മണ്ഡലമാണ് ശ്രദ്ധാകേന്ദ്രം. മഹാരാഷ്ട്രയിൽ കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയും ജനവിധി തേടുന്നത് മറ്റന്നാളാണ്. നാഗ്പൂരാണ് മണ്ഡലം. അസമിൽ ദിബ്രുഗഡിൽ കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളും മത്സരിക്കുന്നു. ആദ്യഘട്ട വോട്ടെടുപ്പിന് 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ ആവനാടിയിലെ എല്ലാ തന്ത്രങ്ങളും പ്രചാരണ രംഗത്ത് പ്രയോഗിക്കാൻ ഭരണ പ്രതിപക്ഷ പാർട്ടികൾ ശ്രമിച്ചു. രാമനവമിയും രാമചിന്തയും രാജ്യത്തില്ലാതാക്കാനുള്ള നീക്കങ്ങൾ വിലപ്പോവില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ത്രിപുരയിൽ പ്രചാരണ റാലികളിൽ പറഞ്ഞു. നോർത്ത് ഈസ്റ്റ് मेरे लिए पॉलिटिक्स का नहीं, प्रेम और प्राथमिकता का विषय है. ये कांग्रेस और लेफ्ट की विकास विरोधी राजनीति का आईना भी है. UPയിലെ സഹാറൻപൂരിലാണ് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി പ്രചാരണത്തിനെത്തിയത്. വോട്ടിംഗ് യന്ത്രത്തിൽ കൃത്രിമം കാണിച്ചാൽ മാത്രമേ BJPക്ക് 180 സീറ്റുകളിലധികം ലഭിക്കൂവെന്ന് പ്രിയങ്ക. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന് 48 മണിക്കൂർ മാത്രം ശേഷിക്കെ തൃണമൂൽ കോൺഗ്രസ് പ്രകടന പത്രിക പുറത്തിറക്കി. തൃണമൂൽ പിന്തുണയ്ക്കുന്ന ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കില്ല. 400 രൂപ മിനിമം കൂലി ഉറപ്പാക്കി 100 ദിവസം രാജ്യത്ത് എല്ലാവർക്കും തൊഴിലുറപ്പാക്കുമെന്നും പ്രകടന പത്രികയിലുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിച്ച 102 ലോക്സഭാ മണ്ഡലങ്ങളും നാളെ നിശബ്ദ പ്രചരണത്തിലായിരിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് നടന്ന യോഗത്തിൽ എല്ലായിടങ്ങളിലെയും സുരക്ഷാ ക്രമീകരണങ്ങൾ ഉചിതമാണെന്ന് വിലയിരുത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ഡൽഹിയിൽ നിന്ന് R. രാധാകൃഷ്ണൻ, 24.
അമേഠിയിൽ മത്സരിക്കാൻ തയ്യാറാണെന്ന് സൂചന നൽകി രാഹുൽ ഗാന്ധി. പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരിക്കും എന്നാണ് പ്രതികരണം. കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രിക്കും നേരെയുള്ള വിമർശനങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുകയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ആം ആദ്മി പാർട്ടി ആപ്ക രാംരാജ്യ എന്ന പേരിൽ വെബ്സൈറ്റ് തുടങ്ങി. പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ 8 മണ്ഡലങ്ങൾ മറ്റന്നാൾ വിധിയെഴുതാനിരിക്കെ ഗാസിയാബാദിൽ ഇന്ത്യ മുന്നണി നേതാക്കൾ വിളിച്ച വാർത്താ സമ്മേളനത്തിലാണ് രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തോട് പ്രതികരിച്ചത്. अमेठी के बाद कांग्रेस का डिसीजन है, जो भी मुझे ऑर्डर मिलेगा मैं वो करूंगा. सीईसी मीटिंग हमारी पार्टी में सीईसी मीटिंग्स में ये डिसीजन लिए जाते हैं. ഇലക്ട്രോറൽ ബോണ്ട് രാജ്യം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഴിമതിയുടെ ചാമ്പ്യനാണെന്നും രാഹുൽ. ഭരണഘടന മാറ്റാൻ സ്വപ്നം കാണുന്ന BJPയെ 400 ഇടങ്ങളിൽ തോൽപ്പിച്ച് ജനം പാഠം പഠിപ്പിക്കുമെന്ന് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് പറഞ്ഞു. ഇലക്ട്രോറൽ ബോണ്ട് ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ നയങ്ങളെ വിമർശിക്കുന്ന സാമൂഹിക മാധ്യമ പോസ്റ്റുകൾ നീക്കം ചെയ്യപ്പെടുകയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. രാമനവമി ദിനത്തിൽ പ്രചരണത്തിനായി ആപ്ക രാംരാജ് എന്ന പേരിൽ ആം ആദ്മി പാർട്ടി വെബ്സൈറ്റ് ആരംഭിച്ചു. ഡൽഹി, പഞ്ചാബ് സർക്കാരുകളുടെ ഭരണ നേട്ടങ്ങൾ പ്രചരിപ്പിക്കാനാണ് വെബ്സൈറ്റ്. 24 ഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പെടുത്തിരിക്കെ കർണാടകയിൽ BJP MP കോൺഗ്രസിൽ. കൊച്ചൽ MP കെ സംഘടനയാണ് കോൺഗ്രസിൽ ചേർന്നത്. സീറ്റ് നൽകാത്തതാണ് BJP വിടാൻ കാരണം. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിന്റെ സാന്നിധ്യത്തിൽ സംഘടന കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചു. 2014-ലും 2019-ലും തുടർച്ചയായി 2 തവണ കൊപ്പൽ മണ്ഡലത്തിൽ നിന്ന് കെ സംഘടന ലോക്സഭയിൽ എത്തിയിരുന്നു. വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കെതിരായ സൈബർ ആക്രമണം ചർച്ചയാക്കി LDF. വ്യക്തിഹത്യയ്ക്ക് പിന്നിൽ UDF സ്ഥാനാർത്ഥിയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ശൈലജ വൈകാരിക നുണപ്രചാരണം നടത്തുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. എല്ലാവരും സംയമനം പാലിക്കണമെന്ന് PK കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചു. സൈബർ അധിക്ഷേപത്തിൽ മുസ്ലിം ലീഗ് പ്രവർത്തകനെതിരെ കേസെടുത്തു. KK ശൈലജയ്ക്കെതിരെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വ്യാജ പ്രചാരണം നടത്തിയതിനാണ് മുസ്ലിം ലീഗ് ഭാരവാഹിയായ ന്യൂമാഹി സ്വദേശി അസ്ലമിനെതിരെ പോലീസ് കേസെടുത്തത്. UDF സ്ഥാനാർത്ഥിയും കൂട്ടാളികളും ചേർന്നാണ് മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഒരു മറയുമില്ലാതെ സ്വന്തം ഐഡികളിൽ നിന്നാണ് UDF പ്രവർത്തകർ ഈ പ്രചരണം നടത്തുന്നത്. വ്യക്തിഹത്യ നടത്തുന്നത് ആരായാലും മുഖം നോക്കാതെ നടപടി വേണമെന്ന് പറഞ്ഞ KK രമ സൈബർ ആക്രമണത്തിൽ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനോ നേതാക്കൾക്കോ പങ്കില്ലെന്ന് പ്രതികരിച്ചു. പ്രധാന വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ CPIM നടത്തുന്ന ഗൂഢാലോചനയാണോ എന്ന് സംശയിക്കുന്നതായും KK രമ MLA. ടീച്ചർക്കൊപ്പം ഞങ്ങൾ നിൽക്കുകയാണ്. ടീച്ചറുടെ ഈ ആരോപണത്തിന്റെ കൂടെ ഞങ്ങൾ നിൽക്കുന്നു. ഞാൻ ഉൾപ്പെടെയുള്ള ഇതൊക്കെ നേരിടുന്ന സ്ത്രീ സമൂഹം, അവിടെ ഒരു കക്ഷി രാഷ്ട്രീയവുമില്ല. ഞങ്ങൾ ഈ വിഷയത്തിൽ ഒന്നിച്ച് ഒറ്റക്കെട്ടായി നിൽക്കുന്നു. ഇത് ആരാണ് ചെയ്തതെന്ന് കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. രാഷ്ട്രീയമായുള്ള മത്സരമാണെങ്കിൽ അതിനെ രാഷ്ട്രീയമായി തന്നെ നേരിടണമെന്ന് ഉമാ തോമസ് MLAയും പറഞ്ഞു. സൈബർ അതിക്രമമെന്ന KK ശൈലജയുടെ ആരോപണം നുണ ബോംബെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. ഒരു സ്ത്രീകളെയും അല്ലെങ്കിൽ ഒരു എതിർ സ്ഥാനാർത്ഥിയെയും അപമാനിക്കുന്ന പ്രശ്നോദിക്കുന്നില്ല. പ്രതിപക്ഷ നേതാവിന് KK ശൈലജയുടെ മറുപടി ഇങ്ങനെ: മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ തികച്ചും ആസൂത്രിതമായിട്ട് ഒരിടത്ത് നിന്ന് ക്രിയേറ്റ് ചെയ്യുക, നുണ. അതാണ് നുണ ഉൽപ്പാദിപ്പിച്ച് പ്രചരിപ്പിക്കുക. സൈബർ ആക്രമണം വടകരയിൽ പ്രധാന ചർച്ചാ വിഷയമായതോടെ എല്ലാവരും സംയമനം പാലിക്കണമെന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. 24 കോഴിക്കോട്. സൈബർ ആക്രമണത്തിൽ പ്രതികരണവുമായി വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജ. തനിക്കെതിരായ ആക്രമണം സ്ത്രീ എന്ന നിലയിൽ മാത്രമല്ലെന്ന് KK ശൈലജ 24നോട് പറഞ്ഞു. രാഷ്ട്രീയ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ആക്രമണമെന്ന് KK ശൈലജ പ്രതികരിച്ചു. വ്യാജ പേരുണ്ടാക്കി ആസൂത്രിതമായുള്ള ആക്രമണമാണ് തനിക്കെതിരെ നടക്കുന്നതെന്നും KK ശൈലജ പറഞ്ഞു. സ്ഥാനാർത്ഥിയുടെ പേജിലും തനിക്കെതിരായ ആക്രമണം വന്നിട്ടുണ്ടെന്ന് അവർ പ്രതികരിച്ചു. അത് തള്ളിപ്പറയാൻ സ്ഥാനാർത്ഥിയോ നേതാക്കളോ തയ്യാറായില്ല എന്നും പ്രതികരണം. സ്ഥാനാർത്ഥിയുടെ അറിവോടെയാണ് സൈബർ ആക്രമണമെന്ന സംശയം ഉയരുന്നത്. ഇതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ പരാതി നൽകിയെങ്കിലും കോൺഗ്രസ് നേതൃത്വം വ്യാജ പ്രചാരണത്തെ വിലക്കിയില്ല എന്നും KK ശൈലജ 24ൽ പ്രതികരിച്ചു. ആദ്യം കുറച്ച് അത്തരത്തിലുള്ള ആക്രമണങ്ങൾ വന്നപ്പോൾ, ആക്രമണം എന്ന് വെച്ചാൽ സ്ത്രീ എന്നുള്ള നിലയിലുള്ള അധിക്ഷേപം മാത്രമല്ല, അതുണ്ട്, അതിൻ്റെ എല്ലാ ചിത്രവും എൻ്റെ അടുത്തുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ ചില പേജുകൾ കൃത്രിമമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ എൻ്റെ അഭിപ്രായത്തിൻ്റെ നേരെ വിപരീതമായിട്ട് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് കൊടുക്കുക. എൻ്റെ രാഷ്ട്രീയ അഭിപ്രായത്തെ നേരെ വിരുദ്ധമാക്കി തീർത്ത് എന്നോട് അനുഭവമുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുമോ എന്നൊരു ശ്രമം തുടരെ നടത്തുമ്പോൾ അവർ നേതാക്കന്മാർക്ക് പങ്കില്ലെന്ന് ഞാൻ എങ്ങനെ പറയുക? അദ്ദേഹത്തിൻ്റെ ഫേക്ക് പേജാണോ എന്നൊന്നും എനിക്കറിയില്ല.
പക്ഷെ അങ്ങനെ വന്നിട്ടുണ്ട്, അതിനെ നിശ്ചയിച്ചിട്ടില്ല അവരാരും. അത് തെറ്റിപ്പോയി എന്നവർ പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നേതൃത്വത്തിന് അതിനകത്ത് പങ്കുണ്ടാവും എന്ന് ഞാൻ പറയാനിടയായിട്ടുള്ളത്. കെ ശൈലജയ്ക്കെതിരായ സൈബർ ആക്രമണത്തെ അപലപിച്ച് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. കെ ശൈലജയുടെ ജയം ഉറപ്പായതുകൊണ്ടാണ് സൈബർ ആക്രമണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിക്കണമെന്ന് സീതാറാം യെച്ചൂരി ആവശ്യപ്പെട്ടു. I condemned it here. I mean, that is confirmation that Shailaja teacher is winning the election. And they are so desperate that they have stooped to such levels, which is very unfortunate, highly condemnable. And I hope that the election commission will take cognizance and take action. But one thing is definite, that Shailaja teacher is winning. So that is why this sort of reaction. പൊതുതെരഞ്ഞെടുപ്പിന് സംസ്ഥാനത്ത് 9 നാൾ മാത്രം ശേഷിക്കെ നേതാക്കളുടെ വാക്പോര്. പ്രധാനമന്ത്രിക്ക് ജനങ്ങളെ എപ്പോഴും വാഗ്ദാനം നൽകി പറ്റിക്കാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. CPIMന് RSSുമായി ധാരണയുണ്ടെന്ന ആരോപണം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവർത്തിച്ചു. മാസപ്പടി കേസിൽ ശക്തമായ അന്വേഷണം നടത്തുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. മാസപ്പടി കേസിൽ ED പിടിമുറുക്കുന്നതിനിടെ BJPക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി വീണ്ടും രംഗത്തെത്തി. ഇന്നത്തെ ദുരവസ്ഥക്ക് ഇടയാക്കിയിട്ടുള്ളത് രാജ്യം ഭരിക്കുന്ന BJPയാണ്. ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് RSSന്റെ അജണ്ടയാണ്. പൗരത്വ നിയമത്തിൽ കോൺഗ്രസിന് നിലപാടില്ലെന്ന് ആവർത്തിച്ച മുഖ്യമന്ത്രിക്ക് മറുപടി നൽകിയത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അവർ BJPയുമായും RSSുമായും നേരത്തെ തന്നെ സെറ്റിൽ ചെയ്താണ്. UDFനെ തോൽപ്പിക്കാൻ വേണ്ടി ചില തെരഞ്ഞെടുക്കപ്പെട്ട സീറ്റുകളിൽ ഇവർ പരസ്പരം സഹായിക്കാമെന്നുള്ള ധാരണയിലേക്ക് ഇവർ എത്തിച്ചേർന്നിരിക്കുകയാണ്. BJPയുടെ വർക്കിംഗ് പ്രസിഡന്റിനെ പോലെയാണ് പിണറായി വിജയനെന്ന് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി കുറ്റപ്പെടുത്തി. പിണറായി വിജയൻ is not working for LDF. He is working for Narendra Modi in this Kerala. He is a B team of Bharatiya Janata Party. മാസപ്പടി കേസിലും സഹകരണ ബാങ്ക് തട്ടിപ്പുകളിലും ശക്തമായ അന്വേഷണം നടത്തുമെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. हम लोग इसकी सख्ती के साथ जांच कराएंगे. हमारी गवर्नमेंट आएगी, आपका पैसा जो स्कैम में चला गया है उसे हम वापस कराएंगे. വരും ദിവസങ്ങളിലും ദേശീയ നേതാക്കളെ രംഗത്തിറക്കി പ്രചാരണം കൊഴുപ്പിക്കാനാണ് മുന്നണികളുടെ നീക്കം. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സമസ്തയുടെ പേര് ഉപയോഗിക്കരുത് എന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. വ്യക്തികൾക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്താം, എന്നാൽ സമസ്തയ്ക്കൊരു രാഷ്ട്രീയ പാർട്ടിയോടും വിധേയത്വമോ വിരോധമോ ഇല്ലെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. BJP നേതാക്കളെ പരിഹസിച്ച് മന്ത്രി KB ഗണേഷ് കുമാർ. കേന്ദ്രമന്ത്രിയാകുമെന്ന് പറഞ്ഞാണ് പലരും വോട്ട് ചോദിക്കുന്നത്. ഒരാൾ പോലീസായി അഭിനയിച്ച് അയാളുടെ ശരീരത്തിൽ പോലീസ് കയറിക്കൂടി. K സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും തമ്മിൽ കണ്ടാൽ പോലും മിണ്ടാറില്ലെന്നും മന്ത്രി പറഞ്ഞു. സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റണമെന്ന K സുരേന്ദ്രന്റെ പ്രസ്താവനയെയും ഗണേഷ് കുമാർ പരിഹസിച്ചു. തൃശ്ശൂർ എന്ന് കഴിഞ്ഞാൽ അമിത്ഷായെ മാറ്റിയിട്ട് ആഭ്യന്തരമന്ത്രിയായിട്ട് ജസ്റ്റ് റിമെമ്പർ ദാറ്റ് എന്ന് പറഞ്ഞ ഒരാൾ തൃശ്ശൂർ നിൽക്കുന്നു. പോലീസായിട്ട് അഭിനയിച്ച് പോലീസ് ശരീരത്തിൽ കയറി. സുരേന്ദ്രൻ സീറ്റ് കൊടുക്കുകയില്ല, തമ്മിൽ വലിയ വിരോധമായിട്ടും ജീപ്പിലൊക്കെ നിൽക്കും. പ്രചരണത്തിന് കഴിഞ്ഞാൽ സ്ഥാനാർത്ഥി അങ്ങോട്ടും BJP പ്രസിഡന്റ് ഇങ്ങോട്ടും. ആ വയസ്സോട്ട് കൈ കാണിക്കുന്നില്ല, ഇങ്ങനെ കാണിക്കുള്ളൂ. ഈ സ്ഥാനാർത്ഥി അങ്ങോട്ട് കൈ കാണിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ആ വീഡിയോ കണ്ട് കാണും. ഞാൻ വെറുതെ പറയുന്നതല്ല, ഒറ്റ അപേക്ഷ ഞാൻ പറഞ്ഞുള്ളൂ. ഏതായാലും നടക്കാൻ പോകുന്നതിൽ എൻ്റെ ആഗ്രഹം കൂടെ എൻ്റെ കൂട്ടത്തിൽ പറയില്ല, ഈ ഗണപതി വട്ടം എന്നുള്ള വാക്കിൽ ഗണേശ വട്ടം എന്നാക്കി തരണം എന്ന് ഒരു അപേക്ഷ. സത്യമല്ലേ? ആലപ്പുഴ വയലാറിൽ CPI പ്രവർത്തകർ ഗൃഹനാഥനെയും ഭാര്യയെയും വീട്ടിൽ കയറി തല്ലിയെന്ന് പരാതി. LDF ബൂത്ത് കമ്മിറ്റി ഓഫീസ് വീടിന് മുന്നിൽ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ടതാണ് കാരണം. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. വന്നിട്ട് തെറിയും പറഞ്ഞുകൊണ്ടാണ് എൻ്റെ അടുക്ക വന്ന് ഗേറ്റ് തുറന്ന് അച്ഛനും മകനും കൂടെ എന്നെ വന്ന് തല്ലി. ഇപ്പം നിന്നെ തീർത്ത് കളയും, നിൻ്റെ വീടും കാറും ഞാൻ കത്തിച്ച് കളയും എന്നൊക്കെ പറഞ്ഞ് എന്നെയും തല്ലി, എൻ്റെ വൈഫിനെയും തല്ലി. മേലാതിരുന്ന വൈഫാണ്, വൈഫിനെയും തല്ലി. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നമുണ്ടായി. എൻ്റെ തലക്കിട്ടാണ് ഇടി കിട്ടിയത്. കൂടുതലും ചവിട്ടുകയും ചെയ്തു, കൈ പിടിച്ച് തിരിച്ചു. ഇവിടെയൊക്കെ പാടും ഇതൊക്കെ ഉണ്ട്. വൈഫിനും ഒരുപാട് പ്രോബ്ലങ്ങൾ ഉണ്ടായി.
വീട്ടിലിരുന്ന് വോട്ട് ചെയ്യുന്നവരുടെ ബാലറ്റുകൾ അലക്ഷ്യമായാണ് കൈകാര്യം ചെയ്യുന്നതെന്ന ആരോപണം തള്ളി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ. വോട്ടെടുപ്പിന് ആവശ്യമായ സ്റ്റേഷനറി വസ്തുക്കൾ കൊണ്ടുപോകുന്ന ക്യാരി ബാഗുകളുടെ ചിത്രങ്ങളാണ് ചില മാധ്യമങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രസിദ്ധീകരിച്ചത്. പരാതികൾ അടിസ്ഥാനരഹിതമാണെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പരിശോധിച്ച് റിപ്പോർട്ട് നൽകിയതായും സഞ്ജയ് കൌൾ വ്യക്തമാക്കി. വീട്ടിലിരുന്ന് വോട്ട് ചെയ്യുന്ന പ്രായമായവരുടെയും ഭിന്നശേഷിക്കാരുടെയും ബാലറ്റുകൾ തുറന്ന സഞ്ചിയിൽ കൊണ്ടുപോകുന്നു എന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പരാതി നൽകിയിരുന്നു. കോഴിക്കോട് നടുവണ്ണൂരിൽ വീടുകളിൽ വോട്ടെടുപ്പിനെത്തിയ ഉദ്യോഗസ്ഥർക്ക് നേരെ UDF പ്രവർത്തകരുടെ പ്രതിഷേധവും ഉണ്ടായി. കേരള സർവകലാശാല വൈസ് ചാൻസലറുടെ എതിർപ്പ് മറികടന്ന് എംപ്ലോയീസ് യൂണിയൻ പ്രഭാഷണ പരമ്പരയിൽ പങ്കെടുത്ത് ജോൺ ബ്രിട്ടാസ് MP. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ചൂണ്ടിക്കാട്ടി പ്രഭാഷണം തടയണമെന്ന് VC രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. VCയുടേത് ധാർഷ്ട്യവും ദാസ്യവേലയുമാണ് എന്ന് MP വിമർശിച്ചു. പരിപാടിക്കെതിരെ BJP തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. സർവകലാശാലയോട് കമ്മീഷൻ വിശദീകരണം തേടി. ജനാധിപത്യവും വെല്ലുവിളികളും കടമകളും എന്ന വിഷയത്തിലാണ് ജോൺ ബ്രിട്ടാസ് MPയെ കേരള സർവകലാശാലയിലെ ഇടത് അനുകൂല സംഘടന പ്രഭാഷണ പരമ്പരയ്ക്ക് ക്ഷണിച്ചത്. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ചൂണ്ടിക്കാട്ടി പരിപാടി അനുവദിക്കരുതെന്ന വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകി. VCയുടെ നിലപാടിനെ രൂക്ഷമായി വിമർശിച്ച ജോൺ ബ്രിട്ടാസ ഉച്ചയ്ക്ക് നടന്ന പ്രഭാഷണ പരമ്പരയിൽ പങ്കെടുക്കുകയും ചെയ്തു. ഈ സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നമ്മൾ ക്ഷണിച്ച ഒരു ശാസ്ത്രജ്ഞനാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ആ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ വാക്കുകൾ ഞാനിവിടെ ഓർമ്മിപ്പിക്കുന്നത് ഇന്ന് ഈ സർവകലാശാല എത്തപ്പെട്ട ഒരു ദുരവസ്ഥയെക്കുറിച്ച് കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി. ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, ഒരുപക്ഷെ ഇത് കേൾക്കുന്നവർ മനസ്സിലാക്കണം. ആൽബർട്ട് ഐൻസ്റ്റീനെ പോലുള്ള വ്യക്തികൾ ഇരിക്കേണ്ടിയിരുന്ന ഇരിപ്പിടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾക്ക് വിരുദ്ധമായ രീതിയിൽ ചിന്തിക്കുന്നവർ ഇരുന്നാൽ നമ്മുടെ സർവകലാശാലകൾക്കുണ്ടാകുന്ന ഗതി എന്താകുമെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വാക്കുകൾ പറഞ്ഞത്. തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള സർക്കാർ ജീവനക്കാർ പരിപാടിക്ക് എത്തിയെന്ന് ചൂണ്ടിക്കാട്ടി BJP തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. സംഭവത്തിൽ സർവകലാശാലയോട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടിയിട്ടുണ്ട്. രാഷ്ട്രീയ പരിപാടിയല്ല നടന്നതെന്നാണ് എംപ്ലോയീസ് യൂണിയന്റെ നിലപാട്. 24 തിരുവനന്തപുരം. മാസപ്പടി കേസിൽ CMRL MD ശശിധരൻ കർത്തയെ ചോദ്യം ചെയ്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ആലുവയിൽ വീട്ടിൽ നേരിട്ടെത്തിയാണ് ED ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്നത്. ആവശ്യപ്പെട്ട മുഴുവൻ രേഖകളും നൽകാൻ കഴിയില്ലെന്ന് CMRL EDയെ അറിയിച്ചു. ശശിധരൻ കർത്തയുടെ ആലുവ തോട്ടയ്ക്കാട്ടുകരയിലെ വീട്ടിൽ നേരിട്ടെത്തിയാണ് ED ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യൽ. മണിക്കൂറുകളോളം ചോദ്യം ചെയ്യൽ നീണ്ടു. വീട്ടിൽ നിന്ന് ചില രേഖകളും അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുണ്ട്. കേസിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് നേരത്തെ 2 തവണ ശശിധരൻ കർത്തയ്ക്ക് ED നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ഹാജരാകാൻ കഴിയില്ലെന്ന് ശശിധരൻ കർത്ത EDയെ അറിയിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് അന്വേഷണ സംഘം വീട്ടിൽ നേരിട്ടെത്തിയത്. മാസപ്പടിയിലെ ED നടപടികൾക്കെതിരെ ശശിധരൻ കർത്തയും CMRL ഉദ്യോഗസ്ഥരും കോടതിയെ സമീപിച്ചിരുന്നു. ഹർജി വെള്ളിയാഴ്ച പരിഗണിക്കാനിരിക്കെയാണ് EDയുടെ തുടർ നീക്കങ്ങൾ. മാസപ്പടി വിവാദം പാർട്ടി ചർച്ച ചെയ്യേണ്ടതില്ലെന്നും ED ഗുണ്ടാപ്പണിയാണ് എടുക്കുന്നതെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വിമർശനം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചർച്ച ചെയ്യേണ്ടത് കാര്യമുള്ളത് അതല്ല. കമ്പനികൾ തമ്മിലുള്ള തർക്കമോ പ്രശ്നമോ എന്തൊക്കെയാണോ അതൊക്കെ അവർ തീരുമാനിക്കട്ടെ. ഞങ്ങൾക്കതിൽ അന്നൊന്നുമില്ല, ഇന്നും തർക്കമില്ല. ഞങ്ങൾക്കുള്ള ഒറ്റ കാര്യം അതിൻ്റെ പേരും പറഞ്ഞ് പിണറായി വിജയൻ എന്ന CPIM നേതാവിനെയും മുഖ്യമന്ത്രിയെയും അതിലേക്ക് കടന്നു ചെല്ലാൻ നടത്തുന്ന ഒരു ശ്രമത്തെയും അന്നും അംഗീകരിച്ചില്ല, ഇന്നും അംഗീകരിക്കില്ല, നാളെയും അംഗീകരിക്കില്ല. ഇതാണ് നമ്മുടെ അടുത്ത നിലപാട്. എക്സാലോജിക്കുമായുള്ള ഇടപാടുകളുടെ രേഖകൾ ഹാജരാക്കാൻ കഴിയില്ലെന്ന് CMRL EDയെ അറിയിച്ചു. ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡിന്റെ നടപടികൾ തീർപ്പാക്കിയതാണെന്നും മറ്റൊരു ഏജൻസികൾക്കും പുനഃപരിശോധിക്കാൻ കഴിയില്ലെന്നുമാണ് CMRLന്റെ മറുപടി. 24 കൊച്ചി. ലോക ടെലിവിഷൻ ചരിത്രത്തിൽ പുതുചരിത്രം എഴുതി 24. ഭവനരഹിതർക്കായി 100 വീടുകൾ നിർമ്മിച്ചു നൽകുന്ന പദ്ധതിക്ക് തുടക്കമായി. K ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും 24 കണക്റ്റും ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായരും K ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ചെയർമാൻ കൊച്ചൌസേബ് ചിറ്റിലപ്പള്ളിയും ധാരണാപത്രം കൈമാറി. വർഷങ്ങൾ കാത്തിരുന്നിട്ടും വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാത്തവർക്കൊപ്പം നിൽക്കുകയാണ് 24. അർഹരായ 100 കുടുംബങ്ങൾ സ്വന്തമായ വീടെന്ന തണലിലേക്ക് ഈ പദ്ധതി വഴി ചേർന്നു നിൽക്കും. K ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ വീടുകൾ നിർമ്മിച്ചു നൽകും. 24 കണക്റ്റിലൂടെയാണ് പദ്ധതി നടപ്പിലാക്കുക. കാക്കനാട് ചിറ്റിലപ്പള്ളി സ്ക്വയറിൽ നടന്ന പരിപാടിയിൽ 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർക്ക് K ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ചെയർമാൻ കൊച്ചൌസേബ് ചിറ്റിലപ്പള്ളി ധാരണാപത്രം കൈമാറി. കോടിക്കണക്കിന് മലയാളിയുടെ മനസ്സായി മാറിയ ദൃശ്യമാധ്യമം 24 കണക്റ്റും
അനേകം ഹൃദയങ്ങളിൽ അലിവിന്റെ നിലാവ് പകർന്ന കെ ചിറ്റലപ്പള്ളി ഫൗണ്ടേഷനും 100 സ്വപ്നങ്ങളെ ഇനി ചേർത്ത് പിടിക്കുകയാണ്. അടച്ചുറപ്പുള്ള ഭവനം എന്നത് കേവലം പൂർണ്ണമായും അർഹരായവരിലേക്കാണ് പദ്ധതി എത്തിച്ചേരുകയെന്ന് ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ പറഞ്ഞു. ഈ 24 കണക്റ്റിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ വീടില്ലാത്ത ആളുകൾക്ക് വേണ്ടി കുറച്ച് വീടുകൾ നിർമ്മിച്ചു കൊടുക്കണം എന്ന് ആഗ്രഹം ഉദിച്ചപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയൊരു നിമിഷം ഈ കെ ചിറ്റലപ്പള്ളി ഫൗണ്ടേഷന്റെ ഡയറക്ടേഴ്സുമായി നമ്മുടെ ആളുകൾ നടത്തിയ ചർച്ചയിൽ 100 വീടുകൾ കൊടുക്കാൻ പോകുന്നു, അതിന് അവർക്ക് സമ്മതമാണ് എന്ന് പറഞ്ഞ നിമിഷമാണ്. അപ്പം അവർ നടത്തുന്ന ഒരു ചാരിറ്റി ഓപ്പറേഷനിലെ ഒരു പ്രധാന പങ്കാളിയാവുക എന്ന് പറയുന്നത് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. 24മായി സഹകരിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി പറഞ്ഞു. 24 ഫ്ലവേഴ്സ് ഗ്രൂപ്പുമായിട്ട് കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ സഹകരിച്ചിട്ട് ഇതുപോലെ 100 പേർക്ക് 100 അർഹതപ്പെട്ട വീടില്ലാത്തവർക്ക് വീട് എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു കാര്യത്തിലേക്ക് സഹകരിക്കാനായിട്ട് അതിയായ സന്തോഷമുണ്ട്. 24 സംസ്ഥാന സമ്മേളന വേദിയിൽ അർഹതപ്പെട്ടവർക്ക് 100 വീടുകൾ നൽകുമെന്ന പ്രഖ്യാപനമാണ് യാഥാർത്ഥ്യമാകുന്നത്. യുവതികൾക്കായുള്ള സ്വയം പ്രതിരോധ പരിശീലനം, ലഹരിമുക്ത ക്യാമ്പയിൻ തുടങ്ങി നിരവധി പദ്ധതികളാണ് 24 കണക്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്നത്. 24 കൊച്ചി. മഴ മാറിയെങ്കിലും വെള്ളക്കെട്ട് ഒഴിയാതെ യുഎഇ. ദുബായ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടു. ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെടെയുള്ള നിരവധി വിമാനങ്ങൾ റദ്ദാക്കി. രാജ്യത്ത് വെള്ളക്കെട്ട് നീക്കുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. സ്കൂളുകളിൽ നാളെയും മറ്റന്നാളും പഠനം ഓൺലൈനാക്കി തുടരും. 75 വർഷത്തിനിടെയുണ്ടായ റെക്കോർഡ് മഴയിൽ യുഎഇയിൽ ജനജീവിതം താറുമാറായി. രാജ്യത്തിന്റെ വടക്കൻ എമിറേറ്റുകളിൽ നേരിയ മഴ ഉണ്ടായതൊഴിച്ചാൽ രാജ്യത്തുടനീളം ഇന്ന് തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. വിവിധയിടങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമായി നടക്കുകയാണ്. മഴയിൽ ദുബായ് എയർപോർട്ട് റൺവേയിൽ വെള്ളം കയറിയതിനാൽ ദുബായ് എയർപോർട്ടിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടു. രാത്രിയോടെ സർവീസുകൾ തുടങ്ങാനാകുമെന്നാണ് എയർപോർട്ട് അധികൃതർ അറിയിക്കുന്നത്. ദുബായിൽ മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കൊച്ചിയിൽ നിന്ന് 5 വിമാനങ്ങൾ റദ്ദാക്കി. ദുബായിലേക്കുള്ള 3 വിമാനങ്ങളും ഷാർജയിലേക്കും ദോഹയിലേക്കുമുള്ള ഓരോ വിമാനങ്ങളുമാണ് റദ്ദാക്കിയത്. തിരുവനന്തപുരത്ത് നിന്ന് ഷാർജയിലേക്കും ദുബായിലേക്കുമുള്ള 4 സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട്. രാജ്യത്ത് സ്കൂളുകളിൽ നാളെയും മറ്റന്നാളും പഠനം ഓൺലൈനായി തുടരും. ഷാർജയിൽ സർക്കാർ ജീവനക്കാർക്ക് നാളെയും വീട്ടിൽ നിന്ന് ജോലി ചെയ്യാൻ സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. പലയിടങ്ങളിലും അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുന്നതിനാൽ ദുബായ് മെട്രോ സർവീസുകളും ഇന്ന് തടസ്സപ്പെട്ടു. മഴയെ തുടർന്ന് ഒരു മരണമാണ് യുഎഇയിൽ റിപ്പോർട്ട് ചെയ്തത്. റാസൽ ഖൈമയിൽ മലവെള്ളപ്പാച്ചിൽ കുടുങ്ങി 40 വയസ്സുകാരനായ യുഎഇ സ്വദേശിയാണ് മരിച്ചത്. അതിനിടെ മഴയിൽ റോഡിലെ വെള്ളത്തിലകപ്പെട്ട് വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിച്ചവർക്ക് ദുബായ് പോലീസിന്റെ വെബ്സൈറ്റിൽ സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കാമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. 24 ദുബായ്. ഐസ്ക്രീം വിപണിയിൽ വൈറ്റ് ചോക്ലേറ്റ് ഉൽപ്പന്നങ്ങൾ അവതരിപ്പിച്ച് വെസ്റ്റ ഐസ്ക്രീം. കോഴിക്കോട് നടന്ന ചടങ്ങിൽ സിനിമാ താരവും ബെസ്റ്റ് ഐസ്ക്രീം ബ്രാൻഡ് അംബാസിഡറുമായ കല്യാണി പ്രിയദർശൻ പുതിയ ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കി. ശുദ്ധമായ പാലിൽ നിന്നാണ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതെന്ന് വെസ്റ്റ ഐസ്ക്രീം മാനേജിംഗ് ഡയറക്ടർ MP ജാക്സൺ പറഞ്ഞു. വെസ്റ്റ ഐസ്ക്രീം എക്സിക്യൂട്ടീവ് ഡയറക്ടർ പോൾ ഫ്രാൻസിസും ചടങ്ങിൽ പങ്കെടുത്തു. കർഷകരിൽ നിന്നും നല്ല പാല് ശേഖരിച്ച് ആ പാലിൽ നിന്നും ഏറ്റവും ഗുണമേന്മയും അതോടൊപ്പം തന്നെ ഏറ്റവും പോഷകമൂല്യവുമുള്ള ഐസ്ക്രീം ഉൽപ്പാദിപ്പിക്കലാണ് വെസ്റ്റയുടെ ലക്ഷ്യം. ഗുജറാത്തിലെ അഹമ്മദാബാദ് വഡോദര എക്സ്പ്രസ് വേയിൽ ട്രക്കിന് പിന്നിൽ കാറിടിച്ച് 10 പേർ മരിച്ചു. നടിയാദിലായിരുന്നു അപകടം. വഡോദരയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് വരികയായിരുന്ന കാറാണ് ട്രക്കിന് പിന്നിൽ ഇടിച്ചു കയറിയത്. കാറിലുണ്ടായിരുന്ന 8 പേർ സംഭവസ്ഥലത്ത് വെച്ചും 2 പേർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയുമാണ് മരിച്ചത്.